മടങ്ങി വരാം. അതിനു മുമ്പ് മറ്റൊരു പ്രധാനപ്പെട്ട ദൃശ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അവിടെ ലാൻഡ് ചെയ്തിരുന്ന ഫൈറ്റർ ജെറ്റ് തിരികെ പറക്കുകയാണ്. ബ്രിട്ടീഷ് ഫൈറ്റർ ജെറ്റ് സാങ്കേതിക തകരാറിനെ തുടർന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇന്ധനം കുറഞ്ഞതിനെ തുടർന്ന് തിരിച്ചിറക്കുകയും പിന്നീട് അതിന് ചില സാങ്കേതിക തകരാറുകൾ കണ്ടെത്തുകയും ചെയ്ത ഫൈറ്റർ ജെറ്റ് തിരികെ പോവുകയാണ്. ബ്രിട്ടീഷ് എയർഫോഴ്സിൽ നിന്നുള്ള സാങ്കേതിക വിദഗ്ധർ വന്ന് അതിൻ്റെ തകരാർ പരിഹരിച്ച ശേഷം ഇപ്പോൾ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും അത് തിരികെ പറക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ്, തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കഴിഞ്ഞ ഏകദേശം 2 ആഴ്ചയിലധികമായി തിരുവനന്തപുരത്തെ വിമാനത്താവളത്തിൻ്റെ ഹാങ്ങറിനുള്ളിലായിരുന്നു വിമാനം. പ്രത്യേക സുരക്ഷ ഒരുക്കി. അന്താരാഷ്ട്ര തലത്തിൽ പോലും ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ് ഈ സംഭവം. കാരണം ഫൈറ്റർ ജെറ്റ് തിരുവനന്തപുരത്ത് ഇറങ്ങേണ്ടി വന്നത് ബ്രിട്ടീഷ് കപ്പലിൽ നിന്നും പയർന്നുയർന്ന വിമാനം ഇന്ധനം കുറഞ്ഞതിനെ തുടർന്ന് പെട്ടെന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറക്കേണ്ടി വന്നു. പക്ഷേ ഇറങ്ങിയതിന് ശേഷമാണ് ചില സാങ്കേതിക തകരാറുകൾ ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്നത് പ്രത്യേക വിമാനത്തിൽ ബ്രിട്ടീഷ് എയർഫോഴ്സ് ഉദ്യോഗസ്ഥർ തന്നെ ഇവിടെ എത്തുകയും അതിൻ്റെ സാങ്കേതിക തകരാർ പരിഹരിക്കുകയും ചെയ്തു. ഇത്രയും ദിവസം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ F-35 വിമാനം ഹാങ്ങർ. ബ്രിട്ടീഷ് ഫൈറ്റർ ജെറ്റ് F-35 തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും പുറപ്പെട്ടു കഴിഞ്ഞു. നേരത്തെ ഇന്ധനം കുറഞ്ഞതിനെ തുടർന്ന് തിരുവനന്തപുരത്ത് പെട്ടെന്ന് ലാൻഡ് ചെയ്യേണ്ടി വന്ന വിമാനമാണ്. ഫൈറ്റർ ജെറ്റാണ്. സാധാരണ വിമാനങ്ങളെ അപേക്ഷിച്ച് അതീവ സുരക്ഷ വേണ്ടി വരുന്ന നയതന്ത്ര പ്രശ്നങ്ങളടക്കം നിരവധിയുള്ള വിമാനമാണ്. അതിന് തകരാർ പരിഹരിക്കാൻ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ തന്നെ വരേണ്ടി വരികയും ചെയ്തിരുന്നു. സാരംഗ് സുധാകരൻ നമുക്കൊപ്പം ചേരുന്നു. സാരംഗ്, F-35 തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും പറന്നുയർന്നു കഴിഞ്ഞു. എന്തായിരുന്നു അതിൻ്റെ ക്രമീകരണങ്ങൾ? എന്തൊക്കെയാണ് കണ്ടത്? തീർച്ചയായും ഈ ജൂൺ മാസം 14-നായിരുന്നു ഇത്തരത്തിലൊരു അടിയന്തരമായി ഒരു തകരാർ പരിഹരിക്കാനായി ഇത്തരത്തിൽ ഈ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഈ F-35 വിമാനം ഇറക്കിയത്. നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കണ്ടതുപോലെ തന്നെ 1 മണിക്കൂറോളം ഈ റൺവേക്ക് സമീപം ഈ വിമാനം ഓൺ ചെയ്ത് നിർത്തിയിട്ടതിന് ശേഷം ക്ലിയറൻസ് ലഭിച്ചതിന് ശേഷം ഉടനടി പറന്ന് ഉയരുകയായിരുന്നു. നമുക്ക് ദൃശ്യമായതുപോലെ തന്നെ ഈ ഒരു 17 അംഗ സംഘം ബ്രിട്ടനിൽ നിന്നും ഒപ്പം അതിൻ്റെ തന്നെ ഈ വിമാനം നിർമ്മിച്ച ലോക്കിഹെഡ് മാർട്ടിനി എന്ന ആ കമ്പനിയിൽ നിന്നുള്ള വിദഗ്ധ സംഘം അടക്കം എത്തി ഇതിന്റെ ഒരു ഹൈഡ്രോളിക് സിസ്റ്റം ഒപ്പം തന്നെ മറ്റ് തകരാറുകളെല്ലാം പരിഹരിച്ചതിന് ശേഷം ഇന്നലെ അത് യാർഡിൽ നിന്നും പുറത്തേക്ക് ഇറക്കിയിരുന്നു. ഇന്നലെ രാവിലെ മുതൽ ഇന്ന് ഈ സമയം വരെ യാർഡിന് പുറത്ത് റൺവേക്ക് സമീപം നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം ഇന്ന് രാവിലെ 1 മണിക്കൂറോളമായി അത് മറ്റ് അവസാന ക്ലിയറൻസും മറ്റും നേടുന്നതിന് വേണ്ടി 1 മണിക്കൂറോളം റൺവേക്ക് സമീപം നിർത്തിയിട്ടു. അതിനുശേഷം ഇപ്പോൾ കുറച്ച് നിമിഷങ്ങൾക്ക് മുൻപാണ് ഇന്ത്യയിൽ നിന്നും അത് പറന്നുയർന്നത്. അതായത് ഈ ഒരു വിമാനത്തിന്റെ ഒരു അഭിമാന പ്രശ്നം എന്ന തരത്തിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിയിരുന്നു. കാരണം അത്യാധുനികമായ ഒരു വിമാനമായിരുന്നു F-35B. അമേരിക്ക അടക്കമുള്ള എല്ലാ വ്യോമസേനകളും ഉപയോഗിക്കുന്ന അധികം റഡാറുകളിലൊന്നും കണ്ടുകിട്ടാൻ സാധിക്കാത്ത തരത്തിലുള്ള ഒരു വിമാനം ഇത്തരത്തിലൊരു വിമാനത്താവളത്തിൽ 1 മാസത്തോളം കഴിയുക, അത് മീഡിയ അറ്റൻഷൻ നേടുക, ഒരുപാട് ട്രോളുകളിലും മറ്റേ അന്താരാഷ്ട്ര ജേണലുകളിലും മറ്റും ഇത്തരത്തിൽ ഇതിനൊരു ശ്രദ്ധ ലഭിക്കുക, അത്തരത്തിൽ ഒരു അഭിമാന പ്രശ്നം എന്ന തരത്തിലേക്ക് എത്തിയപ്പോഴാണ് UK-യിൽ നിന്നും ഇത്തരത്തിൽ ഒപ്പം തന്നെ ഈ ഒരു കമ്പനിയിൽ നിന്നും വന്ന് ഇത്തരത്തിൽ ഈ ഒരു വിമാനം തകരാറ് പരിഹരിച്ച് തിരിച്ചു പറഞ്ഞത്. സജിത്, ശരി, യെസ്, അതാണ് സാരംഗ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് F-35 കേരളത്തിൽ നിന്നും
തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും പുറപ്പെട്ട് കഴിഞ്ഞു. ഏറെ അന്താരാഷ്ട്ര ശ്രദ്ധ തേടിയതാണ് അതിൻ്റെ ലാൻഡിങ്ങും തുടർന്നുള്ള നീക്കങ്ങളുമെല്ലാം. എന്തായാലും F-35 സാങ്കേതിക തകരാർ പരിഹരിച്ച് തിരിച്ചു മടങ്ങുന്നു. നമ്മൾ വീണ്ടും